നമസ്കാരം. പലരുടെയും വിഷമം അവർക്ക് ആ സൃഷ്ടാവാൻ ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ സ്വപ്നങ്ങൾ കാണുന്നു, പക്ഷെ അത് മറന്നുപോകുന്നു. ആത്മാവ് ദൈവത്തിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നൊക്കെ ഞാൻ പറയുന്നു, പക്ഷെ അവരുടെ ആത്മാക്കളൊന്നും അവരോട് സംസാരിക്കുന്നില്ല, അത് കേൾക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും വിഷമം പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയേണ്ടത്, നിങ്ങളെല്ലാവരും ശരിക്കും ആ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ആ സൃഷ്ടാവ ദൈവമായിട്ട് നിങ്ങൾക്ക് ബന്ധം വന്ന് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ ആത്മാവ് അത്ര പവർഫുൾ ആയി വളർന്നു വന്നിട്ടില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ജന്മങ്ങളിലൂടെ പല ജന്മങ്ങളിലൂടെ ഇത്തിരി പവർഫുള്ളായി വളർന്ന ആത്മാക്കൾക്ക് ശരിക്കും ഈ ജന്മത്തിൽ ആ ഒരു ദൈവമായിട്ടൊരു ബന്ധം വരുമ്പോൾ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ സ്വപ്നത്തിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംസാരങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റ് കാഴ്ചകളിലൂടെയൊക്കെ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നത് ആ ആത്മാവിന് അത്രയും വളർച്ച വന്നതുകൊണ്ടാണ്. പക്ഷെ ഈ അത്രയും വളരാത്ത പല ആത്മാക്കളും ഈ ജന്മത്തിലുണ്ട്. അവർക്ക് ഇനി എന്നിലൂടെയൊക്കെ ദൈവത്തെ ഒക്കെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ജന്മം, അടുത്ത ആത്മീയ വളർച്ചയ്ക്കായിട്ടൊരു ജന്മം ഇനി ഇല്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിലൂടെ ദൈവത്തെക്കുറിച്ച് അറിയുകയും ആ സൃഷ്ടാവ ദൈവമായിട്ടൊരു ബന്ധം വരികയൊക്കെ ചെയ്യുന്നവർക്ക് ഇനിയൊരു ജന്മം ഇല്ല, ആവശ്യം വരുന്നില്ല. കാര്യം കാലഘട്ടം കഴിഞ്ഞു, ഇനി സത്യയുഗത്തിലാണ്. അപ്പൊ ഇത്രയും നാളത്തെ പ്രോസസ്സിന്റെ എൻഡിംഗ് ആണ് ഈ കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പല ആത്മവളർച്ച ഇല്ലാത്ത പലരും ഇപ്പൊ എന്നിലൂടെ ജമ്പ് ചെയ്ത്, അതായത് ഒരു ഏണിയുടെ പല പടികളിലൂടെ കയറി പോകുന്നതിന് പകരം പല പടിയും മിസ്സായിക്കൊണ്ട് ഏറ്റവും മുകളിലേക്ക് പലരും ഇപ്പൊ വന്നു കഴിഞ്ഞു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പല ജന്മങ്ങളിലൂടെയൊക്കെ വന്ന് അറിയേണ്ട പല കാര്യങ്ങളാണ് ഇപ്പോ എന്നിലൂടെയും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവം നിങ്ങളെയൊക്കെ പല മാധ്യമങ്ങളിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും എന്നിലൂടെ ഈ സത്യയുഗത്തിന്റെയൊക്കെ ഈ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അത്രയും വളർച്ച വന്നിട്ടില്ല, പക്ഷെ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി എന്നിലൂടെയൊക്കെ അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അധികം ആഗ്രഹം വരും, എനിക്കും ആ ഒരു ലെവലിലോട്ടുള്ള സംസാരങ്ങൾ, കാഴ്ചകൾ, അല്ലെങ്കിൽ മറ്റ് ഡയമെൻഷനിലോട്ടൊക്കെ കറങ്ങി നടക്കുന്ന അനുഭവങ്ങൾ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും സാധിക്കാത്തതിന്റെ കാരണം അത്രയും വളരാത്തതുകൊണ്ടാണ്. ഇപ്പൊ പലർക്കും സാധിക്കുന്നുണ്ട്, അവരതിന് പറയുന്നുണ്ട്, അവർ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് എന്നൊക്കെ അവർ പറയുന്നതിന്റെ കാരണം കഴിഞ്ഞ ജന്മത്തിൽ അത്രയും വളർച്ചയുള്ളതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞല്ലോ, ഇനി നിങ്ങളുടെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. നിങ്ങൾ ദൈവത്തെ മാത്രം മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞാനീ പറഞ്ഞതുപോലെ നീതി, ന്യായം, സത്യസന്ധത, ആത്മാർത്ഥത, കരുണ, ദയ, ഇങ്ങനെയുള്ള പ്രകൃതിയിൽ മനുഷ്യന് വേണ്ട ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്തോറും നിങ്ങൾ പോലും അറിയാതെ പല ജന്മങ്ങളിലൂടെ പലർക്കും കിട്ടുന്ന ഈ കാര്യം ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. അല്ല, മാറ്റമൊന്നുമില്ല. കാര്യം എന്നോട് സംസാരിക്കുന്ന ദൈവം എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് എന്നെ വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് ഇത് ദൈവം കൊടുത്തിരിക്കും, ആ ഓപ്പണിംഗ് വന്നിരിക്കും എന്ന് ദൈവം എന്നോട് പറയുന്നുണ്ട്. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷെ വെറുതെ ഒരു ചെവികിടെ കേട്ടിട്ട് ഒരു അറിവ് കിട്ടി എന്നും പറഞ്ഞ് പോകുന്നവർക്കല്ല. ഇതൊക്കെ കേട്ടിട്ട് നിരാശയോടുകൂടി എനിക്കും അത്രയും ലെവൽ ഉയർന്നു വരാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നവർക്ക് നിങ്ങളുടെ ഈ ചിന്തകളും വിഷമങ്ങളെല്ലാം കറക്റ്റ് നിങ്ങളിലൂടെ ആ പ്രപഞ്ചം അറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്രയും വളർച്ച വരുന്നില്ല. കാര്യം അത്രയും പഠിച്ചല്ലല്ലോ വരുന്നത്. ഈ ജന്മത്തിൽ ഇപ്പോ യാദൃശ്യമായിട്ട് പെട്ടെന്ന് ഈ കാര്യത്തിലേക്ക് നിങ്ങൾ കണ്ടു, കേട്ടു, ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ആഗ്രഹവും വരുന്നു. പക്ഷെ അത്രയും പ്രാക്ടീസായി വന്നിട്ടില്ല. പക്ഷെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളോ ചില കാര്യങ്ങളോ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഞാനീ പഠിപ്പിച്ച തിയറി വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ നേരത്തെ ജന്മങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അറിവുകളൊന്നും ഇല്ല. അപ്പൊ ജീവിത സാഹചര്യം വരുമ്പോൾ ഇതൊന്നും തിരിച്ചറിയാതെ നിങ്ങൾ അതിനെ പോരാടി ബുദ്ധിപരമായിട്ട് അങ്ങോട്ട് നിന്ന് അങ്ങോട്ട് ചാടി ഇങ്ങനെ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു നിസ്സാര കാര്യം വരെ പഠിച്ച് ആത്മാവ് ഒന്ന് വളർന്നു വരുന്നത്. കാരണം എന്താണ്? നിങ്ങൾക്ക് ജീവിത അനുഭവത്തിലൂടെ പല മേഖലകളിലൂടെയും നിങ്ങൾ സഞ്ചരിച്ചായിരിക്കും ഏതെങ്കിലും ഒരു റൂട്ട് കറക്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിലോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ എന്ന് പഠിച്ചു. പക്ഷെ അതിനുവേണ്ടി എത്ര നാളെടുത്തു? വർഷങ്ങൾ എടുത്തു കാണും. ചിലപ്പോൾ 20 വർഷം, 30 വർഷം കൊണ്ടായിരിക്കും ഒരു പ്രധാന അടിസ്ഥാന കാര്യം നമ്മൾ ഇതാണ് ശരി എന്ന് മനസ്സിലാക്കി എടുക്കുന്നത്. അത്രയും നാളത്തെ ജീവിത അനുഭവത്തിലൂടെ ആയിരിക്കാം. പക്ഷെ എന്നിലൂടെ ഇതൊക്കെ നിങ്ങൾ അറിയുന്ന നിങ്ങൾക്ക് ഇനി ഒരു ചെറിയ തടസ്സമോ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ ഒരു പഠനമോ ഫ്രണ്ടിൽ വരുമ്പോൾ ഈ വ്യക്തി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ ശരി പ്രവർത്തിച്ച് അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാം.
അപ്പൊ അങ്ങനെ വരുമ്പോൾ പല ജന്മങ്ങളിലൂടെയും പഠിച്ചു വരുന്ന പല കാര്യങ്ങൾ ചിലപ്പോൾ മാസങ്ങൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ നിങ്ങൾ പഠിച്ച് പാസ്സായി മുന്നോട്ട് വന്നിരിക്കും. ഇതിൽ ഒരു മാറ്റവുമില്ല. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത്. കാരണം പലരുടെ ആത്മാക്കളെയും ദൈവം നോക്കി ഇരിപ്പുണ്ട്. കാരണം ഭക്തിയുണ്ട്, ദൈവസ്നേഹമുണ്ട്. പക്ഷേ പലതും ജീവിത അനുഭവത്തിലൂടെ പഠിച്ച് ആ ഒരു ജ്ഞാനം വളർന്നു വരുന്നില്ല. അപ്പൊ എന്നിലൂടെ ദൈവം ഇതൊക്കെ നിങ്ങളെ അറിയിക്കുന്നത് പല നാളുകളോ അല്ലെ പല ജന്മങ്ങളിലൂടെ അറിയേണ്ട കാര്യങ്ങൾ, അറിഞ്ഞ സത്യങ്ങളാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ കേട്ട ഉടനെ നിങ്ങളുടെ ആത്മാവിന് ഭയങ്കരമായ സന്തോഷവും ഒരു വെപ്രാളവും ആർത്തിയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ തോന്നുന്നതാണ് നിങ്ങൾക്ക് നിരാശയും ഇതൊക്കെ വരുന്നത്. കാരണം ഇപ്പൊ ഒരു കൊച്ചു കുട്ടി, ഇപ്പൊ എനിക്ക് അറിയാന്നുള്ള ചില പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കൊച്ചു കുട്ടികളാണ്, പക്ഷെ പെട്ടെന്ന് കാർ ഓട്ടിക്കണം, എനിക്കും ബൈക്ക് ഓട്ടിക്കണം, എനിക്കും മാമനെ പോലെ കാറിൽ പോകണം, എനിക്ക് സ്റ്റിയറിംഗ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കടുത്ത് കൊടുക്കാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെ കാർ ഓട്ടിക്കണത്, ഗിയർ ചേഞ്ച് ചെയ്യണത്, ഇതൊക്കെ കാണുന്ന ആ കൊച്ചിന് ഇതൊക്കെ ഇപ്പൊ തന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹം വരും. അത് ഇല്ലെന്നല്ല, അത് വരും. അറിഞ്ഞുപോയി, കണ്ടു, മനസ്സിലാക്കി. അപ്പൊ പെട്ടെന്ന് ആഗ്രഹത്തിൽ ഇത് വരും. പക്ഷെ അതിനുള്ള വളർച്ച വന്നിട്ടില്ല. അതുപോലെ ഈ ആത്മീയ കാര്യങ്ങളും ആത്മീയ രഹസ്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്ന ആത്മാവിന് അതിഭയങ്കരമായ വെപ്രാളവും ആർത്തിയും ഫീൽ ചെയ്യും. അതാണ് നിങ്ങൾക്ക് നിരാശയിലോട്ടൊക്കെ വരുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ വളർച്ച ഇനി പെട്ടെന്നായിരിക്കും. കാരണം ഇനി മുന്നോട്ട് ജീവിതത്തിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അത് ഓവർകം ചെയ്ത് ജയിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എന്റെ മെസ്സേജിലൂടെ, ഞാൻ തന്ന ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ടത് പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ വന്നിരിക്കും. അല്ല, മാറ്റമൊന്നുമില്ല. ആരും നിരാശപ്പെടണ്ട. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർമ്മമേഖല, ഭക്തി മേഖല, പിന്നെ അറിവുകൾ സമ്പാദിക്കുന്ന ജ്ഞാനമേഖല, ഇതിലൂടെയെല്ലാം നിങ്ങളങ്ങ് സഞ്ചരിക്കുക. നിങ്ങളുടെ ആത്മാവ് തന്നെ വളർന്നോളും. ഇതിൽ പ്രധാനമായി വരുന്ന മാറ്റം എന്ന് പറഞ്ഞത് മനസ്സിന് അതിഭയങ്കരമായ സമാധാനം ഫീൽ ചെയ്യും. കാരണം ഈ അന്ത്യകാലത്ത് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി ഭൂമിയിലെ സമാധാനം പിൻവലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അറിവാൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ആരാണോ സത്യസന്ധതയും നീതിയും ന്യായവും ആ പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ ആര് ജീവിക്കുന്നു അവനെ ഭൂമിയിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഇനി ഭാവിയിൽ കിട്ടുള്ളൂ. കാരണം അത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ്. പക്ഷെ നിങ്ങൾ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിത രീതിയും ശൈലിയും മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും വന്നു തുടങ്ങും. മനസ്സിന് ഭയങ്കരമായൊരു ശാന്തി വന്നു തുടങ്ങും. ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം വരും. ഇതൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, പ്രകൃതിയുമായി നിങ്ങൾക്ക് ബന്ധം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സൃഷ്ടാവായിട്ടൊരു ബന്ധം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത്. ഇപ്പം 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞത്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പക്ഷെ ഈ ദിവസങ്ങളിൽ അവര് ആ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ വീരകഥകൾ അല്ലെങ്കിൽ അവരുടെ ചില ലഹരിയിലേക്കുള്ള പ്രലോഭനങ്ങൾ ഇതൊക്കെ അവര് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് അലർജി ഫീൽ ചെയ്യുന്നത്, അത് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധമേ വേണ്ട എന്നൊക്കെ തോന്നിപ്പോണത്. ഒന്നല്ല, 1-2 പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അനുഭവത്തിലും എനിക്ക് ചെറുപ്പകാലത്ത് എനിക്ക് വന്നൊരു സംഗതിയാണത്. അവരുമായിട്ടൊരു അകൽച്ച ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകത്ത് ദൈവികമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇത്രയും നാളും അല്ലെങ്കിൽ പണ്ടൊക്കെ വളരെ നല്ലത് എന്ന് തോന്നിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോ എന്തോ അതൊന്നും ശരിയല്ല എന്ന് തന്നെ തോന്നുന്നു. നിങ്ങളുടെ ക്യാരക്ടർ തന്നെ മാറി വരുന്നു. നിങ്ങളുടെ ജീവിത രീതി, ശൈലി അതൊക്കെ ഇപ്പോ തന്നെ മാറി വരുന്നു. കാര്യം ഇതൊക്കെ തന്നെ ചെയ്യണം എന്ന് തോന്നിപ്പോകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ ദൈവവുമായി കണക്ഷൻ വന്നുകൊണ്ടേയിരിപ്പുണ്ട്. നിങ്ങളുടെ ആത്മാവ് വളർന്നുകൊണ്ടേയിരിപ്പുണ്ട് എന്ന സത്യം തിരിച്ചറിയണം. പിന്നെ അറ്റാച്ച്മെന്റുകൾ പതുക്കെ കട്ടായി മാറുന്നു. ഇപ്പൊ ദൈവം മാത്രം മതി, മറ്റവരാരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ കൂടെ ദൈവം ഉണ്ടെന്നൊരു ഒരു അതിഭയങ്കരമായ വിശ്വാസം, ഇതൊക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ താനെ വളർന്നു വരാൻ തുടങ്ങും. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുത്തണമല്ല. നമ്മുടെ മനസ്സും നമ്മുടെ മാനസിക അവസ്ഥയൊക്കെ നമ്മൾ പോലും അറിയാതെ ചേഞ്ച് ആയി വരുന്നു. നിങ്ങൾ എന്റെ ഈ മെസ്സേജൊക്കെ കേട്ടിട്ട് ആ വ്യവസ്ഥ പ്രകാരം ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആ ദൈവവുമായിട്ട് നിങ്ങളുടെ ഉള്ളിലൂടെ നിങ്ങൾ സ്ഥിരമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ക്യാരക്ടർ ചേഞ്ച് ആവുകയും ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ ആഴ്ചകൾക്കുള്ളിൽ, ചിലപ്പോൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിഭയങ്കരമായ ചില അനുഭവങ്ങളിലേക്ക് നിങ്ങൾ പതുക്കെ ചേഞ്ചായി വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ യാതൊരു മാറ്റമില്ല. ഇതിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്നിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് ഏറ്റവും വേണ്ടത്.
ഇങ്ങനെ വന്നിരിക്കും, ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുമ്പോൾ നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങൾക്കത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് പറ്റും. സംശയം, നെഗറ്റീവ് ശക്തികൾ സംശയം കൊണ്ടുവരും. അത് മൈൻഡ് ചെയ്യരുത്. എന്റെ ജീവിത അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചതും എനിക്ക് അനുഭവപ്പെട്ടതുമായ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയും എന്നോട് ഇടപെടുന്ന ദൈവം 100% ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ എന്നോട് ഇടപെടുന്ന ആ സൃഷ്ടാവായ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ചെയ്തു തന്നിരിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. ഓക്കെ, ഇനി അടുത്ത ചില കാര്യങ്ങളൊക്കെ അടുത്തത്.